കുറച്ച് കാലമായിട്ടുള്ള ആഗ്രഹമാണ് പന്നിയെ മേടിച്ച് റോസ്റ്റ് ആക്കണമെന്ന്. ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് നാളെ ഉറക്കത്തിൽ എണീക്കുമ്പോൾ ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മേടിക്കാൻ പോവാണ്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കടയിലോട്ട് ഒരു 5-6 കിലോമീറ്റർ ഉണ്ട്. നേരെ ബസ്സിൽ കയറി അങ്ങോട്ട് പോവാണ്. രാവിലെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് വൈബായിട്ട് പോയി. പക്ഷേ രാത്രി ആയി കഴിഞ്ഞാൽ എൻ്റെ അളിയായി വൈബൊക്കെ അങ്ങ് പോയി കരണ്ടൊക്കെ പോയി കൊതുകൊക്കെ വന്ന് ചെവിയുടെ കീഴിൽ നിന്ന് റാപ്പ് പാടും. അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കടയിൽ വന്നിട്ട് പോർക്കൊക്കെ മേടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഈ പന്നിയിറച്ചിയൊന്നും മേടിച്ചുകൊണ്ട് വീട്ടിൽ കയറാൻ അമ്മ സമ്മതിക്കത്തില്ല. പിന്നെ അങ്ങനെ അമ്മ കൺവൈൻസ് ആയി. ഇടയ്ക്ക് ഞങ്ങൾ അങ്കമാലിയിൽ ഒരു കല്യാണത്തിന് അവിടെ പന്നിയിറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മേടിച്ച് കഴിച്ചു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ബോധ്യപ്പെട്ടു ഇത് എത്ര പ്രശ്നമുള്ള സാധനമൊന്നും അല്ലെന്ന്. ഈ ചേട്ടൻ്റെ വീഡിയോ കണ്ടാണ് നമ്മൾ പോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്ന് നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. പന്നിയൊക്കെ നല്ലപോലെ വെള്ളത്തിൽ കഴിയിട്ട് നമ്മൾ പോർക്ക് റോസ്റ്റിനുള്ള മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. നമ്മളല്ല, അമ്മയാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഉണ്ടാക്കി തരുന്ന ആഹാരങ്ങളെ കഴിക്കാനൊക്കെ ഞാൻ ബെസ്റ്റാണ്. അങ്ങനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച പന്നിയെ നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ചു. 2-3 വിസിലൊക്കെ കേട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും ഒക്കെ എടുത്തിട്ട് ഈ ചട്ടിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല വൃത്തിക്ക് വഴറ്റി എടുത്തിട്ട് അതിനകത്തോട്ട് പോർക്ക് എടുത്തിട്ട് കൊടുക്കുവാണ്. ശേഷം കുറച്ച് നേരം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അത് അവിടെ അടച്ചു വെച്ചു. അങ്ങനെ ഒരു അരമണിക്കൂറിന് ശേഷം നമ്മുടെ പോർക്ക് റോസ്റ്റ് കംപ്ലീറ്റ് സെറ്റായി. എൻ്റെ മോനെ മപ്പ് സാധനം കഴിച്ചു നോക്കാം. അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് ബാക്കി ഞാൻ പറയാം. അപ്പോൾ കഴിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നം തോന്നില്ല. നല്ല സാധനമായിരുന്നു. അപ്പോൾ കൊള്ളാം.